ഗൈസ്, നമ്മുടെ തംബ്നെയിൽ കണ്ട പോലെ തന്നെ KL നമ്പർ പ്ലേറ്റിൽ കലഞ്ഞു നടക്കുന്ന ഒരു BS3 ഒരു ഷെഡാണ്. ഇപ്പം നിലവിൽ നമ്മുടെ കാവ്യാൻ്റെ കയ്യിലാണ്. അതിൻ്റെ മുന്നേ ഗരുഡ ആയിരുന്നു. അപ്പോൾ വണ്ടീൻ്റെ എജിഷൻ നെയിം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവർക്കും മനസ്സിലാവും. വീരപുത്ര എന്നാണ് വണ്ടിയുടെ എജിഷൻ നെയിം. ഗരുഡയുടെ കയ്യിൽ ഈ വണ്ടി എത്തുന്നതിന് മുന്നേ ഇത് ക്രൗൺ ആയിരുന്നു. ക്രൗണിൻ്റെ വീരപുത്ര ആയിരുന്നു. അന്നും ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് KL എന്നുള്ളത് തന്നെ ആയിരുന്നു വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. വണ്ടി പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലെജൻഡിൻ്റെ മാഫിയൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ചൈനീസ് ഹെഡ് ലാമ്പ് ഇല്ലാന്നേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മുടെ കളർ കോഡിന് ശേഷം കേരളത്തിൽ നിന്ന് വന്നൊരു വണ്ടിയാണ്. അപ്പോൾ വണ്ടി ഏതാണെന്ന് മനസ്സിലായിരുന്നു കമൻറ്റ് ചെയ്യുക. ഈ വണ്ടിയിൽ വെച്ച് വെക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിക്സ് കാര്യങ്ങളല്ല, പക്ക പെയിൻ്റ് ആണ്. അതാണ് വണ്ടി ആ ടൈമിൽ ഡയറക്റ്റ് സോൾഡ് ആക്കിയത് കേരളത്തിൽ നിന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വണ്ടി ഏതാണെന്ന് അറിയാമോ? ഐശാനി ഗൈസ്, ഐശാനി ട്രാവൽ ഹബ് എന്ന് പറയും. ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഉള്ള വണ്ടി കൂടിയാണ്. അത് കുറേ പേർക്ക് ഇപ്പോഴും കത്തിണ്ടാവും. ശരിക്കും ഈ വണ്ടീൻ്റെ വീരപുത്ര എന്ന എജിഷൻ കേൾക്കുമ്പോൾ തന്നെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും വരിക ഐശാനി ട്രാവൽ ഹബ്ബാണ്. അതാണ് നമ്മൾ ഒന്നുകൂടെ വീഡിയോൻ്റെ തുടക്കത്തിൽ ആവർത്തിച്ചത്. നമ്മുടെ നാട്ടിൽ ശരിക്കും ഒരു തരംഗം സൃഷ്ടിക്കേണ്ടി വന്നൊരു വണ്ടിയാണ്. കാരണം വണ്ടീൻ്റെ സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ആയാലും കിഡ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം കുറച്ച് പെയിൻ്റ് അടിച്ച് വണ്ടി ഇറങ്ങി കുറച്ച് നാളുകളായിട്ടുള്ളൂ എന്ന് തന്നെ പറയാം. നമ്മുടെ ഈ പ്രശ്നം കാര്യങ്ങളൊക്കെ വന്നത് അതിനുള്ളിൽ തന്നെ വണ്ടി സോൾഡ് ആക്കേണ്ടി വന്ന അവസ്ഥയായിരുന്നു വന്നത്. ഈ വണ്ടി കർണാടകയിൽ എത്തിയിട്ട് പോലും ഈ വണ്ടീൻ്റെ നെയിം മാത്രമേ മാറിയിട്ടുള്ളൂ എന്ന് തന്നെ പറയാം. സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ സെയിമാണ്. പിന്നെ നമ്മൾ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ആ പ്രത്യേകത. ഓടി ഫ്രണ്ടിൽ വന്നൊരു വണ്ടിയായിരുന്നു ഗൈസ് ഇത്. ഏകദേശം നോക്കുകയാണെങ്കിൽ 2010 മോഡൽ വണ്ടി ആവാനാണ് ചാൻസ്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി റീസ്റ്റോർ ചെയ്തത് നമ്മുടെ പ്രകാശല്ല, നമ്മുടെ പ്ലാമിറ്റത്ത് ബസ് റീസ്റ്റോറേഷനാണ്. പക്ക 100% ഒരു സെഡൺ ലുക്കിൽ എത്തിച്ചത് നമ്മുടെ പ്ലാമിറ്റത്ത് ബസ് റീസ്റ്റോറേഷനാണ്. എങ്ങനെ ഒരു സെഡൺ പ്രകാശത്തിന് ഇറങ്ങുന്നോ അതുപോലെയാണ് ആ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് എത്തിച്ചതെന്ന് തന്നെ പറയാം. കാരണം വലിയൊരു കയ്യടിയാണ് കൊടുക്കേണ്ടത്. കാരണം പെർഫെക്ഷൻ നമുക്ക് ബാക്ക് സൈഡ് നോക്കിയാലും ഫ്രണ്ട് സൈഡ് നോക്കിയാലും മനസ്സിലാവാം. ആ കാലത്ത് തന്നെ വണ്ടി പണിത്ത് സെറ്റാക്കി കൊടുത്തത് പ്ലാമിറ്റത്താണ്. അങ്ങനെ വണ്ടിയെല്ലാം ഇറങ്ങി സെറ്റാക്കി. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ കളർ കോഡ് കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ വണ്ടിയിൽ പക്ക പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു പ്രതിസന്ധിയിലാണെന്ന് തന്നെ പറയാം. വണ്ടി സോൾഡ് ആക്കേണ്ടി വന്നു. അപ്പോൾ നേരെ വണ്ടി എടുത്തിരുന്നത് നമ്മുടെ കർണാടകയിലുള്ള ടീമായ നമ്മുടെ സ്വന്തം ക്രൗൺ ആയിരുന്നു വണ്ടി എടുത്തിരുന്നത്. അങ്ങനെ വണ്ടി നേരെ കർണാടകയിലേക്ക് പോവുമായിരുന്നു. കാരണം വണ്ടീൻ്റെ RTO കാര്യങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ആക്കിയെങ്കിലും വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ KL രജിസ്ട്രേഷനിലാണ് കിടക്കുന്നത്. അതാണ് ഗൈസ് ഈ വണ്ടിയുടെ ഹൈലൈറ്റ്. അങ്ങനെ ഐശാനിയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ക്രൗൺ ആയിരുന്നു ഈ വണ്ടി ആദ്യമായിട്ട് വാങ്ങിയിരുന്നത്. അങ്ങനെ ആ വണ്ടി ഗരുഡ ട്രാവൽ ഹബ്ബായിരുന്നു എടുത്തിരുന്നത്. അത് നമ്മുടെ കേരള ടീമായിരുന്നു. അതിനുശേഷം അവർ വണ്ടി സോൾഡാക്കി. ലാസ്റ്റ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കാവ്യ ഹോളിഡേയ്സ് ആണ്. നമ്മുടെ ഉടുപ്പിയിലുള്ള ടീമാണ് തന്നെ പറയാം. ഇപ്പോഴും ചെക്കൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കുകയാണെങ്കിൽ KL ആണ് ഗൈസ്. അപ്പോൾ ചെറിയൊരു ഡൗട്ട് കാര്യമാണ്, ഈ ഒരു KL നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് വണ്ടിക്ക് സർവീസ് നടത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാം.